ഫാദർ മാത്യു ചന്ദ്രൻകുന്നിൽ എയ്ഡഡ് സ്കൂൾ മാനേജ്മെന്റ് അസോസിയേഷൻ പ്രസിഡന്റാണ്. ഫാദർ, സർക്കാരിന്റെ ഈ തീരുമാനത്തെ എത്രത്തോളം സ്വാഗതം ചെയ്യുന്നു? എത്ര വലിയ ആശ്വാസം നൽകുന്നതാണ് ഈ തീരുമാനം? തീരുമാനം ആശ്വാസകരമാണ്. അതിനെ സ്വാഗതം ചെയ്യുന്നു. ഇത് നേരത്തെ തന്നെ സർക്കാരിന് എടുക്കാവുന്ന ഒരു തീരുമാനമാണ്. കാരണം ഇത് സുപ്രീം കോടതിയുടെ വിധി എല്ലാവർക്കും ബാധകമാണ് എന്നുള്ള പൊതുവായിട്ടുള്ള ധാരണ പല കേസുകളിൽ ഇതിനോടകം തന്നെ ഉണ്ടായിരുന്നതാണ്. ആ നിലയിൽ ഈ ഒരു അനിശ്ചിതത്വം സൃഷ്ടിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഏതായാലും ഇതിനെ വൈകി ഉദിച്ച ഒരു വിവേകമായിട്ട് കണ്ട് സ്വീകരിക്കുകയാണ്. അതായത് ഒരു അനാവശ്യമായ ഒരു കടുംപിടുത്തമായിരുന്നു സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് അല്ലേ നേരത്തെ? എന്ന് വേണം കരുതാൻ. തീർച്ചയായിട്ടും അത് പരിഹരിക്കപ്പെട്ടതിൽ വലിയ സന്തോഷമുണ്ട്. യെസ്, ഇപ്പോൾ എന്തുകൊണ്ടായിരിക്കാം ആ തീരുമാനത്തിൽ നിന്ന് അയഞ്ഞതെന്നാണ് കരുതുന്നത്? അല്ല, അത് സ്വാഭാവികമായിട്ട് നിയമവശങ്ങൾ പരിശോധിച്ചു. പിന്നെ സമ്മർദ്ദങ്ങള്, രാഷ്ട്രീയം എന്ന് പറയുന്നത് സമ്മർദ്ദത്തിന്റെ ഒരു കല കൂടിയാണല്ലോ. ആ കല കൈകാര്യം ചെയ്ത് വശമുള്ളവര്, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് പോലെയുള്ള ഒരു പ്രക്രിയ അടുത്തിരിക്കുന്ന ഘട്ടത്തില് സ്വാഭാവികമായിട്ട് രാഷ്ട്രീയക്കാരെക്കാൾ ഈ കാര്യങ്ങളില് കാര്യവിവരമുള്ളവർ മറ്റാരും ഇല്ല എന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ എന്താണ് ബുദ്ധിമുട്ട്? ഏതായാലും നേരത്തെ ഉണ്ടല്ലോ ഇക്കാര്യത്തിൽ നിയമോപദേശം 2 തവണ തേടിയതാണ് സർക്കാർ. അന്നൊക്കെ നിയമോപദേശം ലഭിച്ചത് ആ വിധി അത് NSSന് മാത്രം അനുകൂലമാകുന്നതാണ്, ബാധകമാകുന്നതാണ് എന്നായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ കോടതിയിൽ വീണ്ടും ഹർജി എത്തുമ്പോൾ അല്ലെങ്കിൽ ഇതെത്തുമ്പോൾ ഒരു തിരിച്ചടി ഉണ്ടാകാൻ ഇടയുണ്ടോ? കരുതുന്നില്ല. കാരണം ബഹുമാനപ്പെട്ട സുപ്രീം കോടതിക്കെതിരെ മറ്റൊരു കോടതി വിധി താഴ്ന്ന കോടതികളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല. ശരി, എന്തായാലും ഇത് വലിയ ആശ്വാസം നൽകുന്നതാണ് എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും വലിയ ആശ്വാസമാണ്. മാത്രമല്ല, സർക്കാരിന്റെ നിലപാട് എന്താണ് എന്നുകൂടി സ്വാഭാവികമായിട്ടും ഇനി വിധി പറയുമ്പോഴും കോടതി ശ്രദ്ധിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. സർക്കാർ പറയുന്നതനുസരിച്ചാണ് കോടതി വിധിക്കുന്നത് എന്നല്ല അതിനർത്ഥം. പക്ഷേ കോടതി പല കാര്യങ്ങൾ, നിയമവശങ്ങൾ മാത്രമല്ല, അതിന്റെ ജനങ്ങളുടെ വികാരം, സർക്കാരിന്റെ മനസ്സ്, ഇതെല്ലാം സ്വാഭാവികമായിട്ട് കോടതിയുടെ വിധി തീർപ്പിന്റെ ഭാഗമായിട്ട് മാറും. ഫാദർ, നേരത്തെ ഈ ഭിന്നശേഷി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിലൊക്കെ വലിയ അലംഭാവം, വീഴ്ച ഉണ്ടാകുന്നുണ്ടെന്നൊക്കെയുള്ള വിമർശനങ്ങളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നല്ലോ. അത് സർക്കാർ തലത്തിൽ തന്നെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അതിനോട് എന്താണ് ഫാദറിന് പറയാനുള്ളത്? അല്ല, തീർച്ചയായിട്ടും അത് മനുഷ്യര് പല വിധമാണ്, പല രീതിയിലാണ് ഒരേ കാര്യത്തെക്കുറിച്ച് പലരും പ്രതികരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഭിന്നശേഷി സംവരണം കോടതിയും സർക്കാരും തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് അംഗീകരിച്ചു കൊടുക്കേണ്ടതാണ്. അത് കാര്യം തർക്കമില്ല. പക്ഷേ സർക്കാരിന് ചെയ്യാമായിരുന്നൊരു കാര്യം, ഇത് ഭിന്നശേഷി സംവരണം അംഗീകരിക്കുന്നവരുടെ നിയമനങ്ങൾ അംഗീകരിക്കുകയും അല്ലാത്തവര് അംഗീകരിക്കുന്നില്ല എന്നുള്ള ഒറ്റ കാരണത്താൽ, അവരുടെ തന്നെ കാരണത്താൽ ശിക്ഷിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നതായിരുന്നു കൂടുതൽ നല്ലത്. അത് ആരെങ്കിലും തെറ്റ് ചെയ്താൽ എല്ലാവരും അതിന് ശിക്ഷ അനുഭവിക്കണമെന്നുള്ള ഒരു നിലപാടോ കടുംപിടുത്തോ ആണ് ഈ ഒരു അവസ്ഥയിലേക്ക് 3-4 വർഷത്തേക്ക് അധ്യാപകരുടെ കണ്ണുനീരിന് ഇടയാക്കി തീർത്തതെന്ന് വേണം പറയാൻ. ഫാദർ, ഇനിയിപ്പോൾ എങ്ങനെയായിരിക്കും ഈ അധ്യാപക നിയമനം നടക്കാൻ പോകുന്നത്? ഈ ഭിന്നശേഷി ഒഴിവുകൾ അത് വരുമ്പോൾ അത് നികത്തുക, മറ്റുള്ളവർക്ക് നിയമന അംഗീകാരം നൽകുക എന്നതായിരിക്കുമോ? എങ്ങനെയാണ്? തീർച്ചയായിട്ടും. അതായത് ഭിന്നശേഷിക്ക് അർഹമായിട്ടുള്ള സീറ്റുകള് ഭിന്നശേഷിക്കാരായ ഉദ്യോഗാർത്ഥികളെ ഇപ്പോൾ ലഭ്യമല്ലെങ്കിലും അത് ഒഴിച്ചിടേണ്ടതായിട്ട് വരുമല്ലോ. അത് സർക്കാർ അങ്ങനെ നിർദ്ദേശിക്കും. അത് ഒഴിച്ചിട്ടുകൊണ്ട് ബാക്കി സീറ്റുകളിലെ നിയമനങ്ങൾ അംഗീകരിക്കുന്ന രീതിയാണ് ഉണ്ടാകാൻ പോകുന്നതെന്നാണ് ഞാൻ കരുതുന്നത്.